ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്നും. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് മഞ്ജു ചേച്ചി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ ശലഭോ സുലഭോ അങ്ങനെ എന്തോ സംഭവമാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പേരിലാണ് ഈ ലോകത്ത് ഈ ഒച്ചപ്പാട് ബഹളം ഉണ്ടാവുന്ന, വയലൻസ് ഉണ്ടാവുന്ന ഇതിൻ്റെയൊക്കെ പേരിലാണെന്നുള്ളതാണ് സാരം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചിത്രപ്രിയ ആ കുട്ടിയുടെ മരണം റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്ത ടൈമിൽ കുറച്ചധികം ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് 2K കിഡ്സ് ആയതുകൊണ്ടാണ്, 2K കിഡുകളുടെ കുഴപ്പമാണ്, 2K കിഡ്സ് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ബ്ലെയിം ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കിടക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ മനുഷ്യന്മാർ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയേക്കുന്ന അന്ന് മുതൽ ഇന്നും എല്ലാം നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിനിട്ട് പറഞ്ഞ് വിളിക്കുന്ന പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത് ട്രെൻഡ് ആയിരിക്കുന്ന ഒരു സംഭവമാണല്ലോ, ഒരു പേരാണല്ലോ ബെസ്റ്റി എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് കാലഘട്ടത്തിന് മുന്നേ വരെ ഈ ബെസ്റ്റിക്ക് പകരം അതിനിട്ടിരുന്ന പേര് അവിഹിതമെന്നായിരുന്നു. അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ഇപ്പോൾ ഇടുന്ന പേരാണ് ബെസ്റ്റി എന്ന് പറയുന്നത്. ബെസ്റ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം ദിലീപിന്റെ ഈ ഒരു കേസിൽ ദിലീപിലോട്ടുള്ള ആ ഒരു ഫോക്കസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കാവ്യ മാധവനിലോട്ടാണ്. ആ ഒരു ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നേരെ ചൊവ്വേ എന്ന് പറയുന്ന മനോരമയുടെ ആ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാമിൽ കാവ്യമാധവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ഒരാളെയും വിശ്വസിക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ ഈ ചിരിച്ചുകൊണ്ട് കാണുന്ന മുഖങ്ങളൊന്നും ആയിരിക്കത്തില്ല യഥാർത്ഥത്തിൽ അവരുടെ റിയൽ ഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് പറയാം നിങ്ങളെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ സഹോദരനെ പോലെ സഹോദരി അത് ഇതെന്നൊക്കെ പറയുന്ന ഒരാളെയും വിശ്വസിക്കാൻ പറ്റൂല. ഈ ലോകത്ത് ആകെപ്പാടെ വിശ്വസിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരേ ഉള്ളൂ. ഹാഷിർ ആ വീഡിയോക്കകത്ത് പറയുന്നത് പോലെ, ഒന്ന് ഞാനും, രണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. നമ്മളെ രണ്ടുപേരും മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്നാണെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ കാവ്യമാധവൻ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പല ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അന്ന് അവിഹിതമാണെങ്കിൽ ഇന്ന് അതിന്റെ പേര് ബെസ്റ്റി എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്ക് കേൾക്കാം. ഈ 2 വർഷത്തെ ജീവിതം കാവ്യമാധവനെ എന്താ പഠിപ്പിച്ചത്? എനിക്കറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് പഠിച്ചു അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടൊരു വാക്കിലൂടെ പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയോ എനിക്ക് ഇപ്പോൾ കുറേ കൂടി എനിക്ക് ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മുമ്പ് എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഒരാളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഒരാളുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ എനിക്ക് കുറേ കാലങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ അതെനിക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ ഇപ്പം കല്യാണമാണ് ഏറ്റവും പ്രധാനം, കല്യാണത്തിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം എൻ്റെ കല്യാണ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നാലും അതിനപ്പുറം ഒരു ജീവിതം ഉണ്ട് നമുക്ക്. കല്യാണത്തോടെ എല്ലാം തീർന്നു, ഇനി ഇതാണ് അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നതും ഒരു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിൽ ഇത്തരം കാവ്യമാധവന്റെ മുൻ ഭർത്താവിനെ കുറിച്ചും ആ ഒരു ഡിവോഴ്സ് അയക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ ഒരു ടൈമിലൊക്കെ തന്നെ തന്റെ മുൻ ഭർത്താവ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നോ അങ്ങനെയുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും തനിക്ക് നല്ലൊരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടും അയാളിലോട്ട് ആ ഒരു ബ്ലെയിം ഇട്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന പല കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ അത്രത്തോളം വലിയ ശ്രദ്ധ ആ ഒരു കാര്യത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം ആ ഒരു ടൈമിലൊക്കെ തന്നെ കാവ്യമാധവൻ ദിലീപ് ഇവർ തമ്മിൽ ബെസ്റ്റിയാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നേക്കുന്ന ഒരു അങ്ങനത്തെ റൂമേഴ്സ് ഒക്കെ വന്നിരുന്ന ഒരു ടൈം തന്നെയായിരുന്നു. ആ ഒരു ടൈമിൽ ഇവർ ഡിവോഴ്സ് ആവുന്ന ടൈമിൽ ഒരു വീഡിയോ ബൈറ്റ് ഉണ്ട്, ഞാൻ അതുകൂടി ഇങ്ങോട്ട് വെക്കാം. തുടർന്നു. നടി കാവ്യമാധവനും നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹമോചന കേസിൽ കോടതി ഈ മാസം 28-ന് വിധി പറയും. എറണാകുളം കുടുംബ കോടതിയിൽ കേസിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയായി. കോടതിയിൽ ഹാജരായ കാവ്യമാധവനും നിഷാൽ ചന്ദ്രയ്ക്കും അവസാനവട്ട കൌൺസിലിംഗ് നൽകി. ഒത്തുപോവാനാവില്ലെന്ന നിലപാടിൽ ഇരുവരും ഉറച്ചുനിന്നു. തുടർന്ന് രണ്ടുപേരും വിവാഹമോചന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇനിയെങ്കിലും ഇതുപോലെ ഒരു പയ്യനോ അവന്റെ വീട്ടുകാർക്കോ ഇതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ. ഒന്നും പറയാനില്ലെന്നായിരുന്നു കാവ്യമാധവന്റെ പ്രതികരണം. കഴിഞ്ഞ 1.5 വർഷത്തോളമായി വിവാഹമോചന കേസ് നടന്നുവരികയായിരുന്നു. ഇതിനിടെ നിഷാലിനും കുടുംബത്തിനുമെതിരെ കാവ്യ നൽകിയ സ്ത്രീപീഡന കേസിലും തീർപ്പായി. കേസ് കാവ്യ പിൻവലിച്ചു. ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേസ് പിൻവലിച്ചത്. 2009 ഫെബ്രുവരി 5-നായിരുന്നു കാവ്യമാധവനും നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹം. ഏഷ്യാനെറ്റ് ഒരാൾക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് തന്റെ മുൻ ഭർത്താവ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാര്യം അത്രത്തില് പുള്ളിനെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിന് ആർക്കാണ് അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുക? ഇതിനുശേഷം ആ ഒരു ഡിവോഴ്സിന്റെ ഒക്കെ ആ ഒരു ടൈമിൽ ബാക്കിയുള്ള ആളുകൾ വിളിച്ച് ആശ്വസിപ്പിച്ചോ അത്തരം കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് പറയുന്ന കാര്യങ്ങളൂടെ നമുക്ക് കേൾക്കാം. പക്ഷേ വിളിക്കാത്തവരിൽ ഞെട്ടിക്കുന്ന അനുഭവങ്ങളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? വിളിച്ചവരിലും ഉണ്ട് ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ, വിളിക്കാത്തവരിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിളിച്ചിട്ട് നമ്മുടെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് മാറി നിന്നിട്ട് കളിയാക്കിയിട്ട് പറയുക, അങ്ങനെയുള്ള ആൾക്കാരും അത് നമ്മുടെ ഫീൽഡിൽ ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പം എനിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് വിഷമം തോന്നണം. എന്താ വെച്ചാൽ ജീവിതമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല നാളെ ആരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാമെന്ന്.
നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും നാളത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഒരക്ഷരം പോലും തെറ്റിയില്ല. ശരിയാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞേക്കുന്നത്. നാളെ ആരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യമുണ്ട്, അതായത് ദിലീപിന് ഇതിലൊരു പങ്കുണ്ട് എന്ന്, ദിലീപും കാവ്യയും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തിനൊരു പങ്കുണ്ട് എന്ന്. അതിൻ്റെ വാസ്തവം എന്താണ്? അതിൻ്റെ വാസ്തവത എനിക്ക് വളരെ, കാരണം ദിലീപേട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്, പല സൈഡിൽ നിന്നും ഒരുപാട് കാരണങ്ങൾ തെളിവ് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ. കാരണം ദിലീപേട്ടനെ പോലെ ഒരാളങ്ങനെ അതിലേക്ക്, കാരണം അദ്ദേഹം ഞാൻ വീണ്ടും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ്. അതാണ് ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിൽക്കുന്ന ഒരു ബെസ്റ്റ് ആയിരുന്നു. പക്ഷേ അതിനെയൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിന് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അത് മോശമായിരുന്നു. അന്ന് പല ആളുകളുടെയും തെളിവുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള വീഡിയോസിനകത്തൊക്കെ സംസാരിച്ചതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇവരുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ അറിയായിരുന്നു. പക്ഷെ അതൊരു ബെസ്റ്റ് ഷിപ്പ് മാത്രമായിരുന്നു സുഹൃത്തുക്കളെ. ദിലീപേട്ടനും മഞ്ജു ചേച്ചി, എനിക്കൊന്ന് ചിലപ്പോൾ ദിലീപേട്ടനെക്കാളും എനിക്കതിൽ പറയണത് മഞ്ജു ചേച്ചിനെയായിരിക്കും. എൻ്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോട് തന്നെയാണ്, സിനിമയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഒരാളെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ പറയുമ്പോൾ, കാരണം ദിലീപേട്ടനും അറിയാം നന്നായിട്ട് എൻ്റെ സ്വപ്നം എന്താണെന്നുള്ളത് ഇവർക്കൊക്കെ അറിയണതാണ്. എന്തായിരുന്നു ആ ഒരു സ്വപ്നം? അവർക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഏത് സാഹചര്യം ആയാലും ഞാൻ, ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വന്നാൽ ഞാൻ ചിലപ്പോൾ ദേഷ്യം കാണിക്കുമായിരിക്കും. പക്ഷേ ഞാൻ വേറൊരു സ്ഥലത്ത് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു സ്ഥലത്ത് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്തൊരു സ്ഥലമായിരിക്കും എന്നുള്ളത് എന്നെ വളരെ നന്നായിട്ട് അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ ആ മുൻ ഭർത്താവിൻ്റെ അമ്മ വന്ന് സംസാരിച്ച വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് തന്നെ പറയുന്നുണ്ട് കാവ്യമാധവനെ കുറിച്ച് ആ ഒരു പുള്ളിക്കാരിക്ക് പറയാനുള്ള കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ഏതൊരമ്മയാണെങ്കിലും സ്വന്തം മകനെ കുറച്ച് സേവ് ആക്കിയിട്ടേ പറയുള്ളൂ, പുള്ളിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി പറയില്ല. പക്ഷേ കാവ്യമാധവൻ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് അയാൾ ഭയങ്കര ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് വേറെ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം മഞ്ജു വാര്യറിനെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാം. ദിലീപ് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു, ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? എൻ്റെ വീട്ടുകാർക്കാണ് ഒരിക്കലും ഇല്ല. കാരണം അവർക്കൊക്കെ അറിയുന്നതല്ലേ ദിലീപേട്ടനും ഞാനും മഞ്ജു ചേച്ചിയും ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം സലീമേട്ടൻ, ആദർശിക്ക, അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പം ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചെയ്യുമോ? നമ്മളങ്ങനെ ചാറ്റിങ്ങും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, അത്രയ്ക്ക് മണ്ടത്തരമൊന്നും കാണിക്കില്ലല്ലോ. ഒരിക്കലും അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല. അതുകൊണ്ടാണ് മഞ്ജു വാര്യർ പിന്നീട് ദിലീപിന്റെ ഫോണിൽ നിന്ന് ആ ഒരു ചാറ്റ് കാര്യങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ എന്തോരം കള്ളങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാര്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ചാറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതേ മഞ്ജു വാര്യർ അങ്ങനെ ചാറ്റ് പിന്നീട് കണ്ടെത്തുകയും അതിനുശേഷം ഈ അതിജീവിതരുടെ അടുത്തേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നീട് അവിടെ ആ വിദേശത്ത് ആ ഒരു പ്രോഗ്രാമിന് പോയ ടൈമിൽ റിമി ടോമി ഉൾപ്പെടെയുള്ള ടൈമിൽ തന്നെ ഇവർ രണ്ടുപേരും ബാത്റൂമിലോട്ട് കയറി പോവുകയും അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അന്ന് കാവ്യമാധവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മഞ്ജു വാര്യരും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ സിനിമയിൽ മഞ്ജു ചേച്ചിനെ കാണുന്നതിന് മുമ്പ് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിനേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ആ ബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. മഞ്ജു ചേച്ചി 10-ാം തീയതി ബർത്ത്ഡേ, എൻ്റെ 19-നാണ് ബർത്ത്ഡേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. അതിനൊക്കെ ഞങ്ങൾ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. കാണുന്നത് വളരെ അപൂർവം. ഇപ്പോൾ എന്താ പറയുക, ചില കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ, അല്ലാതെ കാഴ്ചകൾ വളരെ കുറവാണ്. പക്ഷെ ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്നും. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് മഞ്ജു ചേച്ചി. അതാണ്, ചേച്ചിയെ പോലെ കണ്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. ചേച്ചിയെ പോലെ കണ്ടേക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയൊരു സമ്മാനം തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ കള്ളങ്ങളൊക്കെ വന്ന് പറയുന്നത്. ഒരാളെ ചേച്ചിയെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഭർത്താവിനെ തട്ടിയെടുത്തിട്ടുള്ള ഈ പരിപാടിയാണോ ചെയ്യേണ്ടത്? ഇപ്പം ഇവിടെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കാവ്യമാധവനെ മാത്രം കുറ്റപ്പെടുത്തുക അങ്ങനെ ഒരു സംഭവമല്ല കേട്ടോ. ഒരു തെറ്റ് രണ്ടുപേർ ചേർന്ന് ചെയ്തിട്ട് അതിൽ ഒരാൾ മാത്രം കുറ്റക്കാരാവുന്ന അങ്ങനത്തെ ഒരു പരിപാടിയെ നമുക്കില്ല. ഇതിനകത്ത് ദിലീപ് എന്ന് പറയുന്ന ഒരാൾ ആ ഒരു സ്പേസ് കൊടുത്തതിന്റെ പേരിൽ തന്നെയല്ല ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കാവ്യമാധവനെ മാത്രമായിട്ട് കുറ്റപ്പെടുന്ന കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം രണ്ടുപേർ ചേർന്ന് ചെയ്തേക്കുന്ന ഒരു കാര്യമാണല്ലേ. രണ്ടുപേർ ചേർന്ന് വഞ്ചിച്ചേക്കുന്ന രണ്ട് ജീവിതങ്ങളാണ്. ഒന്ന് മഞ്ജു വാര്യരുടെയും, രണ്ട് ആ ഒരു ഭർത്താവിന്റെ, കാവ്യമാധവന്റെ മുൻ ഭർത്താവിന്റെ. എന്നിട്ട് ഇവിടെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന വ്യക്തി തൊട്ടപ്പുറത്ത് ആ ഒരു വ്യക്തി വലിയൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നോ അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിന്
ആ ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് എന്ന് പറയുന്നത് ഇങ്ങനൊരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവരുത് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്. മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നടി വിവാഹത്തിന് ശേഷം അഭിനയം നിർത്തിയതിനെ കാവ്യ നന്നായി കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് മഞ്ജു ചേച്ചി അന്ന് അഭിനയം നിർത്തിയത് കൊണ്ടാണ് ഇന്നും ഇപ്പോൾ അഭിനയം നിർത്തിയിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ മഞ്ജു ചേച്ചിനെ കുറിച്ച് ഓർക്കുന്നതും മഞ്ജു ചേച്ചിനെ ഏത് ഹീറോയിൻ വന്നാലും അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ മഞ്ജു വാര്യർ എന്നുള്ളൊരു വിഷയം ചോദ്യമായിട്ട് വരുന്നതും. ചിലപ്പോൾ പിന്നീട് മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ഈ ഒരു വില ചിലപ്പോൾ അന്ന് ഉണ്ടായിന്ന് വരില്ല. മഞ്ജു ചേച്ചി ഏറ്റവും പീക്കായിട്ടുള്ളൊരു സമയത്താണ് മഞ്ജു ചേച്ചിനെ നമുക്ക് കണ്ടിട്ട് കൊതി തീരുന്നതിന് മുമ്പാണ് മഞ്ജു ചേച്ചി പോയത്. അതായിരിക്കാം ഇപ്പോഴും സാറ് ഇപ്പം എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം അത് തന്നെയായിരിക്കാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഞ്ജു ചേച്ചി കൂടുതൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിട്ടും ആണ് മാറിയത്. എന്നിട്ട് അവരതിൽ പരാജയപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവരതിൽ വിജയിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവരെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മളവരെ അഭിനന്ദിച്ചിട്ടേ മതിയാവും. വാവ്, ബ്യൂട്ടിഫുൾ. തൻ്റെ കരിയറിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് സിനിമയിൽ നിന്ന് വിട്ടുമാറിയത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ നമ്മൾ ആ ഒരു വ്യക്തിനെ സ്നേഹിക്കുന്നത്. തൻ്റെ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് ആ കരിയർ പോലും മാറ്റി വെച്ചിട്ട് ആ കുടുംബത്തിലോട്ട് തന്നെ കൂടുതൽ ഇതായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹം കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത്. ഞാൻ ചേച്ചീനെ പോലെയാണ് കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഇത്രയൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം മനസ്സിലാക്കിയേക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ പലരുടെ ലൈഫിലുണ്ടാവും ഇതുപോലെ തൻ്റെ പാർട്ണറിന് ഒരു ബെസ്റ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ ബെസ്റ്റികളൊക്കെ നിന്നുകൊണ്ട് നമ്മളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കി ആ ഒരു കെയർ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കും. എന്തിനാണ് ഇതുപോലൊക്കെ തന്നെ. അപ്പോൾ ഈ ബെസ്റ്റി എന്ന് പറയുന്ന സംഭവം ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലല്ലോ. എൻ്റെ അടുത്ത് ഞാൻ മഞ്ജു ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇപ്പോഴത്തെ സിനിമ ഏതാ, ഇപ്പോൾ എവിടുന്നാണ് സംസാരിക്കണേ, ഏത് ലൊക്കേഷനാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അമ്മയ്ക്ക് സുഖമാണോ, അച്ഛന് സുഖമാണോ, വീട്ടിലെങ്ങനെ താമസം, എങ്ങനെ മറ്റേ സ്ഥലത്ത് പോകാറുണ്ടോ, ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഉള്ളിൽ എവിടെയെങ്കിലും അവർക്കൊരു വിഷമം സിനിമ വിട്ടതുകൊണ്ടുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലൊക്കെ നമുക്കത് കാണാം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം. ഇത് പറയുമ്പം ആ ഒരു ചാറ്റ് പൊക്കിയ ടൈമിൽ നേരെ കാവ്യമാധവന്റെ അമ്മയൊക്കെ വിളിച്ച് സംസാരിക്കാൻ പോലും അവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഓക്കെ, കാവ്യമാധവനും തൻ്റെ അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ്, ദിലീപും ഒക്കെ ചേർന്ന് തന്നെയാണ് ഈ രണ്ടാളുകളുടെയും ജീവിതം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വീട് നന്നായിട്ട് നോക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് പറ്റുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പഠിപ്പ് എനിക്കില്ല, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല. പക്ഷെ എന്ന് കരുതിയിട്ട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടുമില്ല. ഏത് ജർമ്മൻകാരൻ്റെ അടുത്ത് വരെ ഞാൻ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വീട് നന്നായിട്ട് നോക്കുക, അതാണ് അന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ആ ഒരു ടൈമില് ഒരു എന്താ പറയുക, നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, ആ രീതിയിൽ പറയുന്നതാണ്. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പം പുള്ളിക്കാരി ബിഗ് ബോസ് എല്ലാം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കപ്പടിക്കാൻ പറ്റും. കാരണം മറ്റൊന്നല്ല, ഈ കുലസ്ത്രീ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റുമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ കപ്പടിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണല്ലോ ഇവിടെ. കാര്യം അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇവിടെ നിന്ന് 10 വർഷത്തിന് അപ്പുറത്തുള്ള കാവ്യമാധവന്റെ ചിത്രം എന്താ? തടിച്ചിട്ടുണ്ടാവും എന്തായാലും, അത് ഷുവറാണ്. ഇതിൽ കൂടുതൽ തടിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ഒരു കുടുംബമൊക്കെ നോക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് ആയിരിക്കും, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കലാകാരിയെ അവൾ കാണുന്നില്ല. അതാണ് 10 വർഷങ്ങൾക്ക് ഇപ്പോഴും നല്ലൊരു കുടുംബസ്ഥയായിട്ട് പോകുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. നല്ല രീതിയിൽ തന്നെ അവരുടെ ലൈഫ് കാര്യങ്ങളൊക്കെ പോട്ടെ. പക്ഷേ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളുണ്ട്, അവരും നല്ല രീതിയിൽ തന്നെ അവരും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ളത് മാത്രം പറയുന്നു. പിന്നെ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്, നമ്മുടെ ഒക്കെ ചുറ്റുപാടും ഇത്തരത്തിൽ ഈ സഹോദരനെ പോലെയാണ്, സഹോദരിയെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നൊരു മുഖപടം ഇട്ടുകൊണ്ട് അതിൻ്റെ പുന്നാമ്പുറത്ത് വേറെ പരിപാടി കാണിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പം ആൾക്കാർ ഫ്ലേർട്ട് ചെയ്യുന്നതോ സിറ്റുവേഷൻഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നു, ഒരിക്കലും ഒരു തെറ്റല്ല, 2 വേറെ സമൂഹത്തോടെ തന്നെ പോകുന്ന കാര്യങ്ങളല്ലേ. എന്നാൽ ഞങ്ങൾ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണേ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പരിപാടിക്ക് പോകുന്ന ടീംസ് ഉണ്ടല്ലോ, കൂടിച്ചവളത് അവരെ നമ്പരുത്. ഈ മദ്യപിക്കുന്ന ടീംസിൻ്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ ഞാൻ ലിക്കറൊന്നും അടിക്കില്ല, ഞാൻ ബിയർ മാത്രമേ അടിക്കുകയുള്ളൂ എന്ന് പറയുന്ന ടീംസ് ഉണ്ടല്ലോ. ആ ബിയർ മാത്രമേ അടിക്കൂ എന്ന് പറയുന്നവനുണ്ടല്ലോ, കുടിച്ച വെള്ളത്തിൽ നമ്പരുത്, അവനായിരിക്കും ഭൂലോക ഉടായിപ്പ്. അതുപോലെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പരിചയത്തിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റുപാട് എന്താ നോക്കുമ്പോൾ ബ്രദർ സിസ്റ്റർ എന്നൊരു സാധനം മാത്രമാണ്, അൾട്ടിമേറ്റ്ലി ബെസ്റ്റീസ് ആണ്, അതാലോചിക്കണം. എന്നിട്ട് അങ്ങനെ നിൽക്കുന്ന കുറേ ടീംസ് ഉണ്ട്. എന്നാൽ പിന്നെ എന്തിനാണ് ഈ മുഖംമൂടി ഇട്ട് നടക്കുന്നത്, എന്തിനാണ് അങ്ങനെ ഇട്ടുകൊണ്ട്? അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരാളെ അത്രത്തോളം ട്രസ്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് അപ്പുറത്തെ ഒരാൾ നിൽക്കുമ്പോഴത്തേക്കിനും ഓക്കെ ഇതിങ്ങനെയാണെന്ന് തന്നെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കിന് പിന്നീട് അവർക്കുണ്ടാകുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് അത്രത്തോളം വലുതായിരിക്കും. ഓക്കെ, അങ്ങനെ ചുറ്റുപാട് ഇപ്പം നിങ്ങൾക്കും പല ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.